ഹലോ മൈക്കായി കുറെ കാലത്തിന് ശേഷം മെസ്സിന് ഫുഡ് കഴിക്കാൻ എനിക്കാണ് ഇഷ്ടമില്ലാത്ത സാധനം ഉപ്മാവ്. അതുകൊണ്ട് കാലി ചായം കുടിച്ച് നേരെ ഡ്രസ്സ് മാറ്റാൻ പോയി. കുളിയൊന്നും ഇല്ലാണ്ട് എങ്ങനെ ബിഹാർ പോയി ലുക്ക് ആവണമെന്നാണ്. എന്നാലും നമുക്ക് പെണ്ണ് കിട്ടിയോണ്ട് എത്ര ലുക്ക് ആയിട്ട് കാര്യമില്ല. പുറത്തിറങ്ങിയപ്പോൾ സുരേന്ദ്രൻ നമ്മളെ ഷർട്ട് ഇട്ട് നടക്കും. അതുകൊണ്ട് ഓന് രണ്ട് തെറി പറഞ്ഞ് നമ്മളോട് ഇറങ്ങി നേരെ കോളേജ്. ചെറിയ പറഞ്ഞ ചെക്കൻ സങ്കടമായി തോന്നുന്നു. ഉപ്പാന്റെ സങ്കടം വരുമ്പോ കോളേജിലേക്ക് എത്തിയത് നമ്മൾ അറുന്നേട്ടായി പണി തുടങ്ങി. നമ്മളാണ് നേരെ ചെന്നിരുന്നത് ഇല്ലാണ്ടിന് മടി. അവിടെ ഇരുന്നിട്ട് പിന്നെ മലാക കുഞ്ഞുമാരെ നോക്കല. അപ്പോഴാണ് നമ്മളെ ഫാൻ പോയി നമ്മൾ വീഡിയോ എടുക്കണം. വായി നോക്കാൻ നമ്മളെ കിരുവേട്ട് രാവിലെ തന്നെ എത്തി. ചെങ്ങായി ആരെ പുതിയ കിട്ടിയിട്ടുണ്ട്. ഡെയിലി രാവിലെ കോളേജ് തുറക്കുന്നുണ്ട്. നാളെ തിരിഞ്ഞപ്പോ ആന്റെ നമ്മളെ ഷർട്ട് ഇട്ട് പിന്നെ നമ്മുടെ തെറി കേൾക്കാതെ ഫുള്ള് സോപ്പ് ഇടലേന്. കുറച്ച് കഴിഞ്ഞ സുമേഷിന്റെ പോയിട്ട് ഹണിമൂൺ ആയിട്ട് നമ്മുടെ പിന്നെ ഞാനും ഓനും ഓന്റെ ഹണിമൂൺ ചർച്ച. അപ്പോഴാണ് ഞാൻ ഒരു കാറ് ശ്രദ്ധിച്ചു. നമ്മൾ ഇല്ലാണ്ടിട്ട് കണ്ണാർ അടിച്ച് പൊട്ടിച്ചു. പിന്നെ ചായ കുടിക്കാൻ നേരെ നമ്മളെ ക്യാൻറ്റീനിലേക്കാ പോയത്. അവിടെ ഒരു കാലി ചായ കുടിച്ച് നമ്മൾ നേരെ ക്ലാസ്സിൽ വിട്ടു. ക്ലാസ്സിൽ പോയിരുന്നത് രണ്ട് മൊട്ടാൾ നമ്മൾ മുന്നിലിരിക്കുന്നു. ഇത് കാണാത്ത രണ്ട് മൊട്ടാൾ. ഇന്നാണ് ഈ ക്ലാസ് ഹൗസ് ഫുൾ. എല്ലാ മാർക്കുകളും വന്നിട്ടുണ്ട്. ക്ലാസ് തുടങ്ങി നമുക്ക് ബോറടിക്കാൻ തുടങ്ങി. ഒരുത്തന ഇതാ മസിൽ ഉരുട്ടി കൊണ്ടിരിക്കുന്നത് ക്ലാസ്സിനുള്ളിൽ. നമ്മുടെ മാത്രം പൂക്കി സ്റ്റൈൽ ഇടുന്ന റിസിവീൻ ഉണ്ട്. നമ്മളെല്ലാം ടൈം പോയി ഗെയിം കളിച്ചിട്ടുമ്പോൾ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കും. ഒന്നെ പോലെ ആവാൻ ശ്രമിച്ചിട്ട് എമൗണ്ട് കഴിഞ്ഞില്ല. അവിടെ നമ്മളെ ക്യാരം ബോർഡ് ഡൗൺലോഡ് അത് കളിക്കാൻ തുടങ്ങി. ക്ലാസ് കഴിഞ്ഞത് പിന്നെ ഹോസ്റ്റലിൽ ഒരു ഓട്ടമായിരുന്നു. വേറെ ഒന്നും ഇല്ലെന്ന് ബുധനാഴ്ച ഹോസ്റ്റലിൽ ചിക്കനാണ്. നമ്മളവിടെ എത്തിയത് നമുക്ക് തിന്നാൻ പ്ലേറ്റ് ഇല്ല. ബാക്കിയുള്ളവർ തിന്നിട്ട് നമ്മള് വായി വെള്ളം വരാൻ തുടങ്ങി. എല്ലാവരും തിന്നുമ്പോ ചീമതാ ബുക്ക് കൊണ്ട് പഠിക്കാം. അങ്ങനെ അവിടെ ചിക്കൻ ചോദിച്ച് നമ്മൾ പിന്നെ കോളേജിൽ പോയി. ഇനിയിപ്പോ ഇവന് ആര് കണ്ട് തെറ്റിയിരിക്കരുത്. ആണോ പെണ്ണല്ല. കോളേജിൽ എത്തിയതും പ്രണുത ഇടിവെട്ടിമാരി ഇരിക്കും. നമ്മളെ കൂടുതൽ ഇയാളെ പ്രായം കൊണ്ട് വലുതാണെങ്കിലും ചെറിയ കുട്ടിയാണ് ഇപ്പോഴും. പഞ്ചാബി ഹൗസിൽ 3 നാളെ പോകണം പറഞ്ഞ് നമ്മൾ നേരെ പോയി ചായക്കടയിലേക്കാണ്. ചായക്ക് ഓർഡർ പറഞ്ഞുള്ളൂ. അപ്പൊ ആർപ്പിയതുള്ള ക്യാമറ കൈമുട്ടം പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് കിട്ടുന്ന ഈ തള്ള നമ്മളെ പറ്റി അതും വെച്ചിട്ട് ഏറെടുത്ത് നമ്മൾ ചായ കുടിക്കാൻ തുടങ്ങി. അപ്പൊ ഇനി ഇത്രയുള്ള ബാക്കി നാളെ